ഈ കാണുന്ന ഒരു വലിയ CC പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന പോലത്തെ ചെറിയ കുറേ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുത്തേക്കുന്നുണ്ടോ. സംഭവം വളരെ സിമ്പിൾ മെത്തേഡാണ്. ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാവേ. ഏകദേശം ഒരു 8-10 പ്ലാന്റ്സ് എടുത്ത് നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിന് വേണ്ടി ആവശ്യം ഇതുപോലത്തെ ലീഫുകളാണ് കേട്ടോ. അത്യാവശ്യം മൂപ്പത്തിയ ലീഫായിരിക്കണം. ഇതുണ്ടോ, ഇതുപോലത്തെ ലീഫൊക്കെയാണ് നമുക്ക് ആവശ്യമേ. നമ്മുടെ ഇൻഡോർ പ്ലാന്റിൽ ഏറ്റവും മെയിൻ ഒരു ഐറ്റമാണ് നമ്മുടെ CC പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ട്രോപ്പിക്കൽ ഗാർഡനും ഞാനങ്ങനെ യൂസ് ചെയ്യാറുണ്ട് സാധനം. നമ്മൾ ആ ഒരു പ്ലാന്റിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയേക്കുന്ന പ്ലാന്റുകളാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എണ്ണി നോക്കാവുന്ന ഈ പ്ലാന്റ്സിൻ്റെ ചോട്ടി കാണുന്ന ആ ഒരു ബൾബ് പോലെ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഈ പ്ലാന്റിന് ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ദൂരയാത്രയ്ക്ക് പോകുകയാണെങ്കിൽ നമുക്ക് പ്ലാന്റ് ഒന്നും നനയ്ക്കാൻ പറ്റിയെന്ന് പറ്റിയല്ല. അപ്പോൾ ഈ പ്ലാന്റിന് ആവശ്യമുള്ള വാട്ടർ എല്ലാം നൽകുന്നത് ആ ഒരു കിഴങ്ങാണ് കേട്ടോ. അതിന് പറയുന്ന പേര് ബൾബ് എന്നാണ്. ഏകദേശം ഒരു 2 ആഴ്ചയോളം നനയ്ക്കാണ്ടിരുന്നാലും നമ്മുടെ പ്ലാന്റിൽ ഒരു കേടും പറ്റിയല്ല കേട്ടോ. വാട്ടറിങ് കൂടി പോയെങ്കിൽ ഈ സാധനം അഴുകിപ്പോവുള്ളൂ. കാരണം ഓൾറെഡി ആ കിഴങ്ങിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഓവറായിട്ട് ഒഴിക്കാൻ പോയാലും സംഭവം കേടായി പോകത്തേ ഉള്ളൂ. ഞാനൊരു പോട്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര ഉറച്ചിട്ടും ബാക്കി ചെളിയൊന്നും പോകുന്നില്ല. പിന്നെ നമ്മൾ അത് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് കാരണം പ്ലാന്റ്ലെറ്റ്സ് ഫുള്ള് നമ്മൾ ആ ഒരു പോട്ടിലാണ് നടാൻ പോകുന്നത് കേട്ടോ. കുറച്ചുകൂടെ സൈസ് എത്തിയിട്ട് നമ്മൾ വേറെ പോട്ടിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ബാക്കി കയ്യിലിരിക്കുന്ന പോട്ടുകളെല്ലാം വളരെ ചെറിയ പോട്ടുകളാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ചിടാൻ നല്ല നിർവാഴ്ചയുള്ള മണ്ണാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് നല്ലത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ മണ്ണും മണലും ചെറിയ രീതിയിൽ നമ്മുടെ മൊയിലും കാഷ്ടമാണ് എടുത്തേക്കുന്നത്. ചാണകപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് മൊയിലും പെട്ട് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ ബാക്കി മണ്ണിട്ട് സെറ്റ് ചെയ്യുവാണേ. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ വളർത്തി നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ നട്ടെല്ലാം കഴിഞ്ഞ് നമ്മുടെ പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പ്ലാന്റിൻ്റെ അല്ല, ഓവറോൾ പോട്ടിൻ്റെ CC പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം കേട്ടോ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ.